നീ നന്മ കാണണമോ, ദൈവവചനം പ്രമാണിക്കുന്നവനായി മാറണം. നീ ഈ തലമുറയിൽ ഭാഗ്യവാനായി മാറണമോ, ദൈവത്തിൽ ആശ്രയിക്കണം. അതേ പ്രിയരെ, ഈ തലമുറയിൽ നീ നന്മ കാണണമോ, ദൈവവചനം പ്രമാണിക്കുന്നവനായി മാറണം. ഈ തലമുറയിൽ ഭാഗ്യവാനായി മാറണമോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി മാറണം. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശവുമാണ് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദർശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരിക്കൽ കൂടെ വായിക്കുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം വിശ്വസിക്ക്, നമ്മുടെ ജീവിതത്തിനകത്ത് നന്മകൾ എവിടെയെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വഴികളിൽ നമ്മൾ ആഗ്രഹിച്ച വഴികളിൽ വെളിപ്പെടേണ്ട നന്മകൾ, അല്ലെങ്കിൽ പലരും പറയുന്നൊരു പദമാണ്, പക്ഷേ ഒരു ഫലം ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫലം കായ്ക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഒരു നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: പക്ഷേ എൻ്റെ മകൾ ഒരു കോഴ്സ് പഠിച്ച് ഇന്ന് 12 വർഷമായി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 5 വർഷം മതി. 5 വർഷം കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു 7 വർഷവും കൂടെ കഴിഞ്ഞിട്ടും ഇന്നും ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ മകളുടെ ജീവിതത്തിനകത്തൊരു നന്മ കാണാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾക്കകത്ത്. അതുപോലെ തന്നെ ചിലർ എത്രയോ ആഴമായി നന്നായി രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ അധ്വാനം കൊണ്ടൊന്നും ഒരു നന്മ കാണാൻ കഴിയുന്നില്ല. ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ചു വയ്ക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ഭവനം പണിയാൻ, തലമുറയെ ഒരു കരയ്ക്കെത്തിക്കാൻ, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകാൻ, നല്ലൊരു ഭാവി നൽകാൻ എന്നൊക്കെ കരുതി ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഏതെങ്കിലും പ്രയാസഘട്ടത്തിൽ അവർ ശേഖരിച്ച വച്ച നന്മകൾ മുഴുവനും ലോസാകുകയാണ്. അവർക്ക് ശാശ്വതമായൊരു നന്മ കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരു അനുഗ്രഹം കണ്ടെത്താൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഒരു കഴുത ചുമട് ചുമക്കുന്നത്, അതുപോലെ ആയുസിൻ്റെ നല്ല കാലം മുഴുവനും കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ചുമന്ന്, കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ ചുമന്ന് എങ്ങനെയെങ്കിലും ഈ പടകൊന്ന് മറുകരയിലെത്തിക്കണമെന്ന ആഗ്രഹത്തോടെ അധ്വാനിക്കുന്ന, വേദനയോടെ ആമ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ മാതാപിതാക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് കണ്ടിട്ട്, അവരുടെ അധ്വാനം കണ്ടിട്ട്, അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, അവർ രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഉപജീവനം ചെയ്യുന്നത്, അവരാൽ കഴിയുന്ന രീതിയിലെല്ലാം അവർ അധ്വാനിക്കുന്നത്, മറ്റ് രാജ്യങ്ങളിൽ പോയി പ്രവാസികളായി ജോലി ചെയ്യുന്നവരുണ്ട്. സ്വന്തം മക്കളെയും ഭാര്യയും പോലും കാണാൻ കഴിയാതെ ദീർഘനാളുകൾ പണിയെടുക്കുന്ന ഒത്തിരി പിതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെയുള്ള ഒത്തിരി മാതാക്കളുണ്ട്. അവരെല്ലാം ഒരായുസ് കൊണ്ട് അധ്വാനിക്കുന്ന ഇതെല്ലാം അവരുടെ ജീവിതത്തിനകത്തൊരു നന്മ കണ്ടെത്താനാ, അവരാഗ്രഹിക്കുന്ന ഒരു ചെറിയ ഭവനം വയ്ക്കാനാ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാവി തലമുറയ്ക്ക് കൊടുക്കാനാണ്. പക്ഷേ അവരിതെല്ലാം ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രയത്നഫലമെല്ലാം നിഷ്ഫലമാകുകയാണ്. ഒരു നന്മ കാണാൻ കഴിയുന്നില്ല, കുടുംബത്തിനകത്തൊരു അനുഗ്രഹം കാണാൻ കഴിയുന്നില്ല.
ആഗ്രഹിച്ച സമയത്ത് ഒരു തലമുറയുടെ ഭാവി കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ. ദൈവാത്മാവ് കൃത്യമായി എന്നോട് ഇടപെട്ടൊരു ദൂതാണ്. നീ ജനത്തോട് പറയ്, ഈ പകൽക്കാലം അവിടെ നന്മ നേടാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്ന ഫലങ്ങൾ, പ്രയത്നിക്കുന്ന അധ്വാനങ്ങളും വഴികളുമെല്ലാം നിഷ്ഫലമാകുമ്പോൾ ഈ പകൽക്കാലം ഈ സന്ദേശം ഒന്ന് കേൾക്ക്. കഴിയുമെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. നിനക്ക് സംസാരിക്കാനുള്ളവരോട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. അവരുടെ ജീവിതത്തിനകത്ത് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. പ്രിയരെ, വചനം പറയുന്നു, നമ്മൾ എന്തെല്ലാം അധ്വാനിച്ചാലും, നമ്മൾ എന്തെല്ലാം പ്രയത്നിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അധ്വാനിക്കേണ്ടെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, ശേഖരിക്കേണ്ടെന്നല്ല, അതെല്ലാം നല്ലതാണ്. അത് വചനം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ഫീൽഡിൽ, നിങ്ങളായിരിക്കുന്ന ഉപജീവന മേഖലയിൽ നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിക്കനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കണം. യു നീഡ് ഹാർഡ് വർക്ക് ഓൺ ദാറ്റ്. നിങ്ങൾ കൃത്യമായി നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ പറയാം, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാകില്ല. അധ്വാനിച്ചത് കൊണ്ട് മാത്രം നന്മ കാണാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയാം, ആരുടെ ഹൃദയത്തെ തൊട്ട് ദൈവാത്മാവ് ഇടപെടുക. നീ പ്രയത്നിച്ചത് കൊണ്ടൊന്നും തലമുറയുടെ ഭാവി നന്മ കാണണമെന്നില്ല. ഒരുപക്ഷെ നിനക്ക് നല്ലൊരു വിവാഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞേക്കാം, ആഡംബരത്തോടെ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ കഴിഞ്ഞേക്കാം. അതിനകത്ത് നന്മ വെളിപ്പെടണമെങ്കിൽ നിന്റെ പണം കൊണ്ടോ നിന്റെ അധ്വാനം കൊണ്ടോ ഒന്നും കഴിയില്ല. നിന്റെ തലമുറയ്ക്ക് വിദേശ രാജ്യങ്ങളിലൊരു പഠനത്തിന് വേണ്ടിയാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഏജൻസിക്കാർ വിചാരിച്ച പ്രോസസ്സിംഗ് നടത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ പ്രോസസ്സിംഗ് പൂർത്തിയായി ഒരു നന്മ കാണാൻ കഴിയണമെന്നില്ല. എത്രയോ പേർ വിദ്യാഭ്യാസം പാതി വഴി മുടങ്ങി നിൽക്കുന്നവരുണ്ട്. ആരുടെയും ചതിക്കുഴിയിൽ പോയി വീഴരുത് കേട്ടോ. +2 കഴിഞ്ഞിട്ട് 3-4 വർഷമായിട്ട് ഒരു രാജ്യത്ത് പോകാൻ ട്രൈ ചെയ്തിട്ടും പോകാൻ കഴിയാതെ അവരുടെ പ്രായങ്ങൾ കൂടിപ്പോയി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി പഠനം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ കരയുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ പോയി പ്രസംഗിക്കുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഒത്തിരി തലമുറകളെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്നേഹത്തോടെ പറയാം, നിന്റെ ജീവിതത്തിൽ നന്മ കാണണമോ? നിന്റെ പണം കൊണ്ടോ നിന്റെ അധ്വാനം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ കഴിയില്ല. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 16-ാമത്തെ സദർശ്യവാക്യം 16 ഇങ്ങനെ പറയുന്നു, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കാണും. നിന്റെ കൂടാരത്തിൽ നന്മ വെളിപ്പെടണമെങ്കിൽ വചനം വായിക്കുക മാത്രമല്ല, രാവും പകലും ധ്യാനിച്ചാൽ മാത്രം പോലെ അത് നല്ലതാണ്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. നീ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയിൽ നിന്റെ തലമുറകളെ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളത് ചെയ്യണം. രാവും പകലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ധ്യാനിച്ചാൽ മാത്രം പോരാ, വായിച്ചു വിടാനുള്ളതല്ല ദൈവവചനം. വായിച്ചു വിടാനുള്ളതല്ല തിരുവെഴുത്തുകൾ. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാനുള്ളതാണ്. ഈ പകൽക്കാലം ഒത്തിരി അധ്വാനിച്ചിട്ട് ഒരു നന്മ കണ്ടില്ലല്ലോ. ഒത്തിരി വാതിലുകൾ മുട്ടിയിട്ട് ഒരു നന്മ കണ്ടില്ലല്ലോ. എന്തൊക്കെ ഡിഗ്രികൾ പഠിച്ചു കൂട്ടിയിട്ട് ഒരു നന്മ കണ്ടില്ലല്ലോ. ഏതൊക്കെ വഴികൾ തുറന്നു വന്നിട്ട് ഒരു നന്മ കണ്ടില്ലല്ലോ. ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് കരകയറാൻ ശ്രമിച്ചിട്ട് ഒരു നന്മ കണ്ടില്ലല്ലോ. ഈ പകൽക്കാലം നിന്റെ പ്രയത്നങ്ങൾ നിർത്തിയിട്ട് തിരുവചനം വായിക്കുക മാത്രമല്ല, അതിനെ പ്രമാണിക്കാൻ തുടങ്ങ്. സത്യവചനത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങ്.
ദൈവത്തിനു വേണ്ടി കൃത്യമായി ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന ഒരുവനും ഒരു നന്മയും മുടങ്ങില്ല. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ഒരുവനും ഒരു നന്മയും മുടക്കില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഈ പകൽക്കാലം ഒരുപക്ഷെ ഈ പകലിൽ അതിരാവിലെ ആയിരിക്കാം, പ്രഭാതത്തിലായിരിക്കാം സന്ദേശം കേൾക്കുന്നത്. ലോകരാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളാണ്. ഏത് സാഹചര്യത്തിലിരുന്നാലും ഒരു തീരുമാനമെടുക്ക്. നീ ഒരു കാര്യത്തിന് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ്, എല്ലാ പ്രഭാതവും നീ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് വചനം ധ്യാനിച്ച് ആ വചനം പ്രമാണിച്ച് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനമെടുത്താൽ, വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ടും നിനക്ക് ചെയ്യാൻ കഴിയാത്തത്, വർഷങ്ങൾ കൊണ്ട് നീ പഠിച്ചിട്ടും നിനക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത്, വർഷങ്ങൾ കൊണ്ട് നീ ആഗ്രഹിച്ചിട്ടും ഒന്ന് പണിത് പുറത്തെടുക്കാൻ കഴിയാത്തത്, നിന്റെ ജീവിതത്തിനകത്ത് ചില ദിവസങ്ങൾക്കകം, അല്ല ഈ പകൽ എൻ്റെ ജീവിതത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് അത് നന്മയായി വെളിപ്പെട്ടു വരും. എൻ്റെ ദൈവം ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. എങ്ങനെ ജീവിക്കുന്നവർക്ക്? ഞാൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല, വചനത്തിൽ ജീവിക്കുന്നവർക്ക്. Those who are walking with the word of God, ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുന്നവർക്ക്, വചനപ്രകാരം ജീവിക്കുന്നവർക്ക് നന്മ കാണും, നന്മ കാണും. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 5-ാം അധ്യായം 21 മുതലുള്ള വാക്യം കഴിയുമെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചാട്ടെ. അതിനകത്ത് പറയുന്നുണ്ട്, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹ് എന്ന വാക്കിനർത്ഥം അവൻ്റെ മരണം ഈ ഭൂമിയിൽ ചിലത് കൊണ്ടുവരും, അവൻ മരിക്കും. ഹാനോക്ക് 65-ാമത്തെ വയസ്സിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാനസാന്തരമൊന്നും ഇല്ലായിരുന്നു, വചനത്തെ വായിക്കുമായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അന്ന് ന്യായപ്രമാണമില്ല, പക്ഷേ അവന് സത്യദൈവം ആരെന്നറിയാമായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവന് ദൈവം ആരെന്നറിയായിരുന്നിട്ടും ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ല, ദൈവത്തിൻ്റെ വഴികളിൽ നടന്നില്ല. 65-ാമത്തെ വയസ്സിൽ അവനൊരു മകൻ ജനിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു ദൂത്, എടാ നിൻ്റെ മകൻ മരിക്കും. ഹാനോക്ക് കേട്ട ദൈവശബ്ദം, അവൻ്റെ കൂടാരത്തിനകത്ത് ആദ്യം കൊടുത്ത തലമുറ, ആദ്യത്തെ ആന്തരി എന്നൊക്കെ പറയുമ്പോൾ മരിക്കുമെന്ന ദൂത. പക്ഷെ വചനം പറയുന്നു, കുഞ്ഞ് മരിക്കുമെന്ന് കരുതിയപ്പോൾ അവൻ പിറ്റേ ദിവസം മുതൽ ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങി. 1-2 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. എന്തുകൊണ്ട്? ആ അപ്പൻ്റെ കുഞ്ഞ് മരിക്കാതിരിക്കാൻ, ഹാനോക്കിൻ്റെ മകൻ മരിക്കാതിരിക്കാൻ, ഹാനോക്കിൻ്റെ വീട്ടിനകത്ത് മരണം കാണാതിരിക്കാൻ. ഇന്ന് പകൽക്കാലം സബിംബാസ് പ്രാർത്ഥിച്ചാൽ നിനക്ക് നന്മ വെളിപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വാതിലുകൾ തുറന്നു വന്നേക്കാം, ഒരു വഴികൾ തുറന്നു വന്നേക്കാം. ഞാൻ പറഞ്ഞത് ശാശ്വതമായൊരു നന്മ വെളിപ്പെടണമെന്നില്ല. ഈ ലോകത്തിലെ എത്ര വലിയ പ്രാസംഗികൻ പ്രാർത്ഥിച്ചാലും, എത്ര വലിയ ക്രൂസൈഡ് പ്രീച്ചർ നിനക്ക് വേണ്ടി കൈവച്ചാലും, നിന്റെ തലയിൽ കൈവച്ചാലും ആമേ വെളിപ്പെടത്തില്ല. പ്രിയരെ, പൂർണ്ണമായ നന്മ വെളിപ്പെടണത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ. ഹാനോക്കിന് മനസ്സിലായി, എൻ്റെ കൂടാരത്തിൽ മരണം കാണാതിരിക്കണമെങ്കിൽ എൻ്റെ ഭാര്യ വിചാരിച്ചാൽ നടക്കില്ല, എൻ്റെ കുടുംബക്കാർ വിചാരിച്ചാൽ നടക്കില്ല. ഒരേ ഒരു വ്യക്തിക്ക് എൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം, നിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ ഒരു പാസ്റ്ററിനും കഴിയില്ല, ഒരു പ്രോഫറ്റിനും കഴിയില്ല, ഒരു അപ്പോസ്റ്റലിനും കഴിയില്ല, ഒരു വ്യക്തിക്കും, ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല. ഒരേ ഒരു വ്യക്തിക്കേ കഴിയൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിനാണ്. ദൈവത്തിന് മാത്രമേ നിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയൂ, ദൈവത്തിന് മാത്രമേ നിൻ്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയൂ. അതുകൊണ്ട് ഹാനോക്ക് അതിരാവിലെ മുതൽ ദൈവത്തോട് കൂടെ നടന്നു. 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടു. മരണം കാണരുതെന്ന് പ്രാർത്ഥിച്ചവൻ മരണം കാണാതെ കൊണ്ടുപോയി. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിൻ്റെ കൂടാരത്തിൽ നന്മ വെളിപ്പെടണമോ? നീ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തന്ന കൽപ്പനകൾ പ്രമാണിക്കണം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും പിന്മാറ്റത്തിലുണ്ടെങ്കിൽ മടങ്ങി വരണം. നിന്റെ തലമുറകൾക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കണം, നിൻ്റെ കുടുംബക്കാർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കണം. അവരോട് പറയണം, മടങ്ങി വരണം. മടങ്ങി വന്ന മക്കളെ, നമുക്ക് നന്മയുണ്ടാകും. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ നന്മയുണ്ടാകും.
ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ നീ പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിനകത്ത് നന്മ നിറയും. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവന് നന്മ ലഭിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവൻ ഭാഗ്യവാനായി മാറും. ഈ തലമുറയിൽ ദാവീദിനെ പോലെ, ഈ തലമുറയിൽ മോശയെപ്പോലെ, ഈ തലമുറയിൽ അബ്രഹാമിനെ പോലെ, ഈ തലമുറയിൽ യോശുവയെ പോലെ, ഈ തലമുറയിൽ യെശയ്യാവിനെ പോലെ, യിരെമ്യാവിനെ പോലെ, യെഹെസ്കേലിനെ പോലെ, ദാനിയേലിനെ പോലെ ഒരു ഭാഗ്യവാനായി മാറണമോ? ദൈവത്തിൽ ആശ്രയിക്കുക. ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, ഈ പകൽക്കാലം അങ്ങയുടെ വചനം ഞാൻ പ്രമാണിക്കാം, ഞാൻ അങ്ങിൽ ആശ്രയിക്കാം. നീ എനിക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറന്നു തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇരിക്കുന്ന ആ സാഹചര്യത്തിരുന്നുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സ്വർഗമേ, ഈ നിമിഷം പ്രാർത്ഥനയാവശ്യപ്പെട്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രയത്നഫലങ്ങളെല്ലാം നിഷ്ഫലമാണ്. തൻ്റെ പ്രിയനോ അങ്ങ് ഉറക്കത്തിൽ കൊടുക്കുന്നവനാണ്. ഇതുവരെയും അധ്വാനിച്ചിട്ടൊരു നന്മ കാണാത്തവരുണ്ട്, ഇതുവരെയും ആഗ്രഹിച്ചിട്ടൊരു ഭാവി കാണാത്തവരുണ്ട്, ഇതുവരെയും ഒരു ഉപജീവനം കൊതിച്ചിട്ട് നടക്കാത്തവരുണ്ട്, രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരാത്തവരുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണപ്പാ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ ആഴമായി വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. അവരുടെ തീരുമാനത്തിൻ്റെ മേൽ അവർ ദൈവവചനം പ്രമാണിച്ചു തുടങ്ങട്ടെ. ആ തീരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ അവർ നന്മ കണ്ടു തുടങ്ങട്ടെ. ഈ പകൽക്കാലം ഒരു നന്മയുടെ പകലായി മാറട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്ക്. നന്മ കാണണോ? ദൈവവചനം പ്രമാണിക്കുക. ഭാഗ്യവാനായി തീരണമോ? ദൈവത്തിൽ ആശ്രയിക്കുക. അവിടം കൊണ്ട് തീർന്നില്ല. ഈ തലമുറയിൽ നീ നന്മ കാണാൻ പോകുക. വിശ്വസിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ശക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളോട് കൈമാറാൻ ഞങ്ങൾ റെഡിയാണ്. വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ കഴിയുമോ? കർത്താവേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ ജേർണി വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.